ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടീച്ചറമ്മ സീരിയലിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വീണ വീണ്ടും ഒരു മടിയില്ലാതെ സന്തോഷിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. സന്തോഷ് വീണ്ടും ജോലിക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജോലിയുടെ ഇതൊക്കെ വരുമ്പോഴേക്കും സന്തോഷിന് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പൊ സന്തോഷിന്റെ അച്ഛനാണ് നമ്മുടെ വീണനെ വിളിച്ച് പറയേണ്ടത്, മോളെ അവന് വീണ്ടും ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ലെറ്റർ വന്നു, പക്ഷെ അവനെന്തോ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത പോലെ നിൽക്കുവാണ്. സാരമില്ല, ഞാൻ വന്നിട്ട് സംസാരിക്കാം എന്ന് വീണ പറയാണ്. വീണ എടുത്തൊരു 100 വട്ടം ടീച്ചറും അതുപോലെ തന്നെ കനിയും പറയണ്ട്, വേണ്ട വീണേ, നീ സന്തോഷത്തിന്റെ കാര്യത്തിൽ ഇടപെടരുത്. അത് അവരുടെ പാടായി. ലോകത്ത് ഒരുപാട് പേർക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്, അതൊക്കെ പരിഹരിക്കാൻ പോകേണ്ട ആവശ്യം നമുക്കില്ല. നീ ഒരു ഉറച്ച സ്റ്റാൻഡിൽ നിൽക്ക് വീണേ എന്ന് കനി പറയുമ്പോൾ വീണ പറയണ്ട്, അത് നമ്മളൊക്കെ മനുഷ്യനല്ലേ, ഇങ്ങനെ ആപത്ത് ഘട്ടത്തിൽ സഹായിക്കാതിരിക്കാൻ പറ്റുന്നത്. ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും ടീച്ചർ പറയണ്ട്, വേണ്ട വീണേ, ഇത് നല്ലതിനല്ല, ഞാൻ പറയണത് നീ കേക്ക് എന്ന് പറയുമ്പോഴേക്കും വീണ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ശേഷം കനിയും ടീച്ചറും അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും വീണ സ്കൂട്ടിയുടെ കീ എടുത്ത് അപ്പൊ തന്നെ നമ്മുടെ സന്തോഷിന്റെ അടുത്തേക്ക് പോവാട്ടോ. അവിടെ പോകുമ്പോഴേക്കും നമ്മുടെ പോറ്റിമാമനുണ്ട്. ഓ വന്നല്ലോ മൂദേവി എന്നൊക്കെ പറഞ്ഞിട്ട് പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. പോറ്റിമാമനെ കാണുമ്പോ വീണ ചോദിക്കുന്നുണ്ട്, പോറ്റിമാമന് സുഖമല്ലേ? ആ, തരക്കേടില്ലാതെ പോകുന്നു എന്നിങ്ങനെ പറയാണ്. വീണ വന്നൂന്ന് നമ്മുടെ മണി സന്തോഷിനോട് പറയണ്ട്, എടാ കുഞ്ഞൂട്ടാ, ദേ വീണ വന്നു എന്ന് പറയുമ്പോ സന്തോഷം കൊണ്ട് വേഗം ഇറങ്ങി വരും കേട്ടോ. വീണ വന്നോ? വരാതിരിക്കണ എങ്ങനെയാണ്? സന്തോഷേട്ടനെ വീണ്ടും ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ലെറ്റർ വന്നു എന്ന് അമ്മ പറഞ്ഞു. പിന്നെന്താ സന്തോഷേട്ടൻ അതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത്? എനിക്കെന്തോ ജോലിക്കൊന്നും പോകാൻ തോന്നുന്നില്ല വീണേ. പിന്നെ എന്ത് ചെയ്യാനാ സന്തോഷേട്ടന്റെ ഉദ്ദേശം? സന്തോഷേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയല്ലേ, സന്തോഷേട്ടൻ ഇഷ്ടമുള്ള വർക്കുമാണ്. ഇഷ്ടമല്ലെങ്കിൽ പോകണ്ടെന്ന് വിചാരിച്ചാനേ, പക്ഷെ മൈൻഡിന്റെ കുഴപ്പം കൊണ്ടല്ലേ സന്തോഷേട്ടൻ പോവാത്തത്. ദേ ഞാൻ പറഞ്ഞ നീ സന്തോഷേട്ടൻ ഒന്ന് കേൾക്ക്, എന്തായാലും ജോലിക്ക് പോണം, അതാണ് എനിക്കും താല്പര്യം. വീണ പറഞ്ഞാ ഞാൻ അങ്ങനെ പോണം സന്തോഷേട്ടാ. നമ്മളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് മടുക്കും. ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും, നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. പിന്നെ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശം കൊടുക്കുമ്പോഴേക്കും സന്തോഷം ഓക്കെ പറയാണ്. ശരി, ഞാൻ ജോലിക്ക് പോയിക്കോളാം എന്ന് സന്തോഷം പറയുന്നുണ്ട്. അത് കേൾക്കണം നമ്മുടെ മണിക്കും അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമാവാട്ടോ. മണിയാണെങ്കിൽ വീണക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ വീണക്ക് ഒരു സാരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാരിയൊക്കെ കൊടുക്കാണ്. ആ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വീണ തിരിച്ച് നമ്മുടെ ടീച്ചറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വീണയുടെ കയ്യിലെ കവർ കാണുമ്പോൾ തന്നെ കനി ചോദിക്കുന്നുണ്ട്, നീ സന്തോഷിന്റെ വീട്ടിലേക്ക് പോയതാണല്ലേ? അതെ. ഇനി എത്ര പറഞ്ഞാലും വീണ നിനക്ക് മനസ്സിലാവില്ലേ? നിന്റെ ഈ സ്റ്റാൻഡില്ലായ്മ തന്നെയാണ് എല്ലാത്തിനും കാരണം. ടീച്ചർ പറയുന്നുണ്ട്, അതെ, ശരിക്കൊരു തീരുമാനം എടുക്കാൻ അറിയില്ല കനി, അതാണ് ഇവളുടെ ജീവിതം നശിക്കാനുള്ള കാരണം എന്ന് പറയാണ്. വീണ ഒന്നും മിണ്ടുന്നില്ല. കനി ചോദിക്കണ്ടല്ല, നിന്റെ കവറിൽ എന്താണ്? നിന്റെ സന്തോഷേട്ടൻ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നതാണോ, അതോ അമ്മായിച്ചന് കൂടി തന്ന ഗിഫ്റ്റ് ആണോ? അത് എനിക്ക് അവിടെ തന്നതാണ്. എന്താണാവോ, നോക്കട്ടെ എന്ന് പറയുമ്പോ അതിലൊരു ഡ്രസ്സും പിന്നെ ചെറിയ സ്നാക്സ് ഒക്കെ ആട്ടോ. ഓഹോ, അപ്പോ നീ അവിടെ നിന്ന് ഇതൊക്കെ മേടിച്ചിട്ട് വന്നല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? നിനക്ക് വീണ്ടും സന്തോഷിന്റെ ജീവിതത്തിലേക്ക് കടക്കണോ? അപ്പോ ജോൺ ആരായി എന്നൊക്കെ കനി ചോദിക്കുമ്പോഴേക്കും, ഞാനതിനെ സന്തോഷത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കണോന്ന് നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞോ? അല്ല, നീ പറയേണ്ട കാര്യമില്ല, നിന്റെ പ്രവൃത്തി അങ്ങനെയാണല്ലോ. നീ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോ എത്ര പേർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ വീണേ എന്ന് കനി ചോദിക്കുകയാണ്. വീണ അതിനൊന്നും മറുപടി പറയുന്നില്ല. കനി പറയണ്ട്, അല്ല, നീ ആദ്യം ജോണേട്ടന് ചെറിയ പ്രതീക്ഷയൊക്കെ കൊടുത്തു, എന്നിട്ട് അങ്ങേരെ തേച്ച പോലെ കാണിച്ചു, എന്നിട്ട് വീണ്ടും ജോണേട്ടന്റെ ജീവിതത്തിലേക്ക് കയറുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ ഞങ്ങളെ മണ്ടന്മാരാക്കി. സന്തോഷേട്ടനെ മതി, സന്തോഷേട്ടനെ വിവാഹം കഴിക്കുള്ളൂ, സന്തോഷേട്ടൻ്റെ മുടിഞ്ഞ പ്രേമം, എന്റെ വിവാഹം കഴിച്ചു. എന്നിട്ട് എന്തായി? ആ വീട്ടിൽ ആദ്യ രാത്രി മുതൽ പ്രശ്നങ്ങളാ. സന്തോഷേട്ടനെങ്കിൽ സുഖമില്ലാതെയായി. അത് പിന്നെ പോട്ടേന്ന് വെക്കാം, സുഖമില്ലായ്മ വരും, പക്ഷെ ഇത് ആ സുഖമല്ലോ, അത് ഇതല്ലേ, അതായത് സംശയരോഗം, അതൊരിക്കലും മാറാൻ പോണില്ല. എന്നിട്ട് നീ വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നു. എന്താ വീണേത്? ഇതൊക്കെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കേണ്ടത്? നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ടീച്ചർ പറയണ്ട, കനി എനിക്ക് ഇവളെ കാണുമ്പോ ദേഷ്യം വരുവാണ്. വീണ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അമ്മക്ക് അങ്ങനെയാണല്ലോ, എന്നെ വലിയ ഇഷ്ടമൊന്നും ഇല്ലല്ലോ, അമ്മക്ക് മുമ്പേ അങ്ങനെയാണല്ലോ, അമ്മക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത് രാധേച്ചിടത്തേക്ക് ആയിരുന്നല്ലോ, ഇപ്പൊ എന്റെ അടുത്ത് ഇഷ്ടമില്ല, ഇവളോടാ ഇഷ്ടം, കനിയെടുത്താ ഇഷ്ടം. നീ ഇങ്ങനെ തന്നെ പറയൂ എടി, അമ്മമാർക്ക് മക്കളെല്ലാം ഒരുപോലെയാണ്, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടി, ഞാൻ നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ പ്രവൃത്തി കൊണ്ടിട്ടാണ് വീണേ, അതെന്താ നീ മനസ്സിലാക്കാത്തത്? പക്ഷെ അതൊന്നും തന്നെ വീണ കേൾക്കുന്നേ ഇല്ല കേട്ടോ. വീണ അകത്ത് കയറി പോവാണ്. അപ്പൊ കനി പറയുന്നുണ്ട്, ഇളയമ്മേ, ഞാൻ എന്താ പറയേണ്ടത് ഇവളുടെ അടുത്ത്? ഇവളെന്താ ഇളയമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, എന്തൊക്കെയൊക്കെയോ അവളുടെ ഇഷ്ടത്തിന് ചെയ്തു കൂട്ടുന്നു. ഞാൻ എന്താ കനി പറയാ? ഇവളുടെ ഈ തീരുമാനം കൊണ്ടും ഇവളൊരു സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇന്ന് ജോണിന് വിവാഹാലോചനയായിട്ട് പോയപ്പോഴേക്കും ഞാൻ എതിർപ്പൊന്നും പറയാത്തത്. നീ പറഞ്ഞാൽ ന്യായമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇവളുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് എന്ന് ടീച്ചർ പറയാട്ടോ. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ. ടേക്ക് കെയർ. ബൈ ബൈ.